നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. അന്തിമ ഫലം പുറത്തു വന്നിട്ടില്ല. എന്നാലും UDF സ്ഥാനാർത്ഥി ഏതാണ്ട് 1/4 വോട്ടുകളെങ്കിലും എണ്ണിക്കഴിഞ്ഞപ്പോൾ ഒരു 5000 വോട്ടുകളിലധികം ഭൂരിപക്ഷം നേടി UDF സ്ഥാനാർത്ഥി മുന്നിലാണ്. നിലമ്പൂർ നൽകുന്ന ഗുണപാഠം എന്താണ്? അതിന് മുമ്പ് ഞാനിപ്പോൾ ഉള്ള വോട്ട് നില പറയാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നില, അതായത് ഇപ്പോൾ വരുന്നത് 35,282 വോട്ടുകളാണ് UDF സ്ഥാനാർത്ഥിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഏതാണ്ട് 5000-ൽ ചെല്ലുവാനുമാണ്. നിമിഷം പ്രതി നിമിഷം മാറിക്കൊണ്ടിരിക്കും. 5428 നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ അവിടെ ഉള്ളത് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ വരുന്നത് LDFിൻ്റെ സ്ഥാനാർത്ഥി M സ്വരാജ് 30,254 വോട്ടുകളുമായിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം മൂന്നാം സ്ഥാനം അപ്രതീക്ഷിതമായിട്ട് 10,000 കടന്നു PV അൻവർ. 10,461 ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അതേസമയം മോഹൻ രാജ് എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയുടേത്, അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അവരുടെ അന്നത്തെ കുട്ടിക്കലാശത്തിൻ്റെ ആൾബാഹുല്യവും അതുപോലെ തന്നെ ആഡംബരവും ഒക്കെ കണ്ടപ്പോൾ, അല്ലെ പ്രാതിനിധ്യവും കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആരും വിചാരിച്ചു പോകും. പക്ഷേ 4189 വോട്ടേ ഇപ്പോൾ അദ്ദേഹത്തിനുള്ളൂ. ഒരുപക്ഷെ ഈ വോട്ടെണ്ണൽ നടക്കുന്ന ചുങ്കത്തറ ആ ഒരു റൗണ്ടിലേക്ക് വരുമ്പോൾ, ചുങ്കത്തറ പഞ്ചായത്താണ്, ആ പഞ്ചായത്തിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മേൽക്കൈ ഉണ്ടാവാം. തന്നെയല്ല, ഈ മലയോര മേഖലകളിലെ വോട്ടെടുപ്പ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു വോട്ട് ഷെയർ കൂടിയേക്കാം. പക്ഷേ ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത, ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം അല്ലെങ്കിൽ ഭൂരിപക്ഷം അദ്ദേഹം അത് നിലനിർത്തിയേക്കും എന്നതിനേക്കാൾ ഉപരി അൻവർ പിടിച്ച ഈ 14,461 സോളിഡ് വോട്ടുകളാണ്. ഒറ്റയ്ക്ക് നിന്ന് ഏകദേശം സ്വതന്ത്രനായി നിന്നുകൊണ്ട് കേരളത്തിൽ വേരുകൾ പോലുമില്ലാത്ത, മൂലം പോലുമില്ലാത്ത തൃണമൂല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, അവിടുന്ന് ആകെ 40 MPമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഉൾപ്പെടെ എല്ലാവരും ഇങ്ങോട്ട് വരും എന്നൊക്കെ വാചകം PV അൻവർ അടിച്ചിട്ടും വന്നത് യൂസഫ് പത്താൻ മാത്രമാണ്. എന്നിട്ട് പോലും അദ്ദേഹം കൊട്ടിക്കലാശം എന്ന് പറയുന്ന പരിപാടി നടത്തിയതേ ഇല്ല. വാസ്തവത്തിൽ അദ്ദേഹം തെളിയിക്കുന്ന ഈ കൊട്ടിക്കലാശം പരിപാടി വെറും വേസ്റ്റാണെന്ന്. കാരണം ആ കൊട്ടിക്കലാശം പരിപാടിയിൽ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക അവർ വലിയ വോട്ട് ഷെയർ അവിടെ ജയിക്കുമെന്ന പ്രതീക്ഷ നമുക്കില്ല. മൂന്നാം സ്ഥാനം നിലനിർത്തുമെന്നായി, മൂന്നാം സ്ഥാനത്ത് ഉണ്ടാവുമെന്നാണ്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് PV അൻവർ കട്ടൻ ചായയും പരിപ്പുവടയും അന്നിരുന്ന് ഏകാഗിയായിട്ട് കഴിച്ച PV അൻവർ ഇതാ 10,461 വോട്ടുകൾ നേടിക്കൊണ്ട് മൂന്നാം സ്ഥാനം. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്വതന്ത്രനെ സംബന്ധിച്ചിടത്തോളം ഒരു വൻ വിജയമാണത്. സർ, അതെന്താണ് ഈ അൻവർ നേടിയ ഇത്രയും വോട്ടുകൾ, UDFന് കിട്ടുന്ന ഭൂരിപക്ഷം, ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്ക് പോകും? കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്? എന്താണ് നമുക്ക് ആ കാര്യം? വർഗീയമാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? പണ്ട് മുതലേ അങ്ങനെ വർഗീയവും ജാതീയവുമായിട്ടുള്ള ഘടകങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് കരുണാകരൻ മുതലുള്ള നേതാക്കളെല്ലാം ജയിച്ചു പോന്നിട്ടുണ്ട്. തരാതരത്തിന് RSSൻ്റെ വോട്ടുകൾ പോലും വാങ്ങിച്ചിട്ടുണ്ട് ഓരോ പാർട്ടികളും. പക്ഷേ ഇപ്പോൾ മത്സരിക്കുന്നത്, പാർട്ടികൾ തമ്മിൽ പ്രധാനമായിട്ടും മത്സരിക്കുന്നത് കേരളത്തിൻ്റെ ഏതെങ്കിലും അജണ്ടയുടെയോ വികസന സ്വപ്നങ്ങളുടെയോ പേരിലല്ല, അല്ലെങ്കിൽ അതിൻ്റെ ചിറകിലേറിയിട്ടല്ല, മറിച്ച് RSSുമായിട്ട് ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു വെല്ലുവിളി. അതാണിപ്പോൾ ബിഗ് ചലഞ്ചായിട്ട് വരുന്നത്. ഞങ്ങൾ RSSുമായിട്ട് കൂടിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറയുന്ന ആളുകൾക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടും എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ചും മലബാറിലെ രാഷ്ട്രീയം ഇപ്പോൾ നീങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബൂസ്റ്റ് വരുത്താൻ വേണ്ടിയും സ്വരാജിനെ ജയിപ്പിക്കാൻ വേണ്ടിയുമാണ് ഇതിൻ്റെ പോളിംഗ് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ആ ദിവസം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അവിടെ രാജ്ഭവനിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും തിരക്കഥ എഴുതിക്കൊണ്ടുപോയി അവിടെ വായിച്ചുകൊണ്ട് പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ള ഒരു തിരനാടകം, പ്രോട്ടോകോൾ ലംഘനം. അതെ, പ്രോട്ടോകോൾ ലംഘനമൊന്നും പുല്ല അവർക്ക്. സ്വരാജിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രോട്ടോകോൾ. അതിനു വേണ്ടിയിട്ട് കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ സ്വരാജ് കടന്ന് വെള്ളം കുടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ RSSനെ, ഭാരതമാതാവിനെ, ദേശീയത്വത്തിൻ്റെ പ്രതീകങ്ങളെ എങ്ങനെ തമസ്കരിച്ചുകൊണ്ടും അവയെ എങ്ങനെ കറുത്ത ചായം പൂശിയും അവതരിപ്പിക്കാമെന്നുള്ള കാര്യത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. അല്ലാതെ കേരളത്തിൻ്റെ വികസനം, ക്ഷേമ പെൻഷൻ, കുന്തം, ഇതൊന്നുമല്ല.
ഇത് കാര്യങ്ങളെ അല്ല ചർച്ചാ വിഷയം. ജനകീയ പ്രശ്നങ്ങളോ രാഷ്ട്രീയമോ അല്ല ചർച്ച ചെയ്യുന്നത്. മതപരം, വർഗീയം, ജാതീയം ഈ ഒരു ഘടകങ്ങളെ ആശ്രയമാക്കിക്കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് LDF-ന് ഒരു തുടർഭരണം സാധ്യമല്ല എന്നാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. അന്തിമഫലം വന്നിട്ടില്ല എങ്കിലും ആ സൂചനകൾ എന്തിലേക്ക് വിരൽ ചൂണ്ടുന്നു? LDF-ന് അനായാസേന തുടർഭരണം സാധ്യമാണോ? അത് ഞാൻ പറയാം. പൂർണ്ണമായിട്ടും ഗവൺമെൻറ് വിരുദ്ധ വികാരമുണ്ട്, സംശയമില്ല. ഭരണം വൻ തോൽവിയുമാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ. പക്ഷേ ജനങ്ങൾ നോക്കുന്നത് അതല്ലല്ലോ. ഈ ഭരണം തോറ്റു, ഞങ്ങൾ പട്ടിണിയിലാണ്. ഓരോ സാധനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. കമ്പോളത്തെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ സൂര്യോദയ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞ ധനമന്ത്രിക്ക് പുതിയ വിഭവ സമാഹരണം നടക്കുന്നതിൽ അദ്ദേഹം ഒരു പരാജയമായി മാറിയിരിക്കുന്നു. വിഭവ സമാഹരണം പോയിട്ട് സാർ നികുതി പിരിവ് പോലും പരാജയപ്പെട്ടിരിക്കുന്ന സന്ദർഭമാണ്. എന്തിനും ഏതിനും വടക്കോട്ട് നോക്കി കേന്ദ്രത്തിന്റെ കുറ്റമാണ്. ഏത് പ്രാദേശിക പ്രശ്നത്തിന് പോലും കേന്ദ്രം കുറ്റം. നേട്ടങ്ങളെല്ലാം കേന്ദ്രം പണം കൊടുത്ത്. ഇപ്പോൾ നോക്കൂ, സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി ഞങ്ങളുടെ നേട്ടമാണെന്ന് പറഞ്ഞാൽ അതിൽ ഭൂരിപക്ഷം പണവും കൊടുക്കുന്നത് കേന്ദ്രമാണ്. അതിൻ്റെ പകുതി പോലും എടുക്കുന്നില്ല സംസ്ഥാന ഗവൺമെൻറ്. എന്നിട്ട് ഞങ്ങൾ കണ്ടോ, സ്കൂളിൽ കൊടുക്കുന്നത് കണ്ടു എന്നും പറഞ്ഞ് ഇപ്പോൾ ബിരിയാണി, മുട്ട, അവിയൽ, അതുപോലെ തന്നെ വെജിറ്റബിൾ ബിരിയാണി, കാരറ്റ് പായസം ഉൾപ്പെടെയുള്ള മെനു ഉൾപ്പെടെയാണ് ഇപ്പോൾ സ്കൂളിൽ കൊടുക്കുന്നത്. പണം അതിന് കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന 3 രൂപ, കേന്ദ്രം കൊടുക്കുന്ന 6 രൂപ, 10 രൂപ മൊത്തം കിട്ടും. ബാക്കി എവിടെ? ഒരു 100 രൂപയുടെ ചിലവെങ്കിലും വേണം ഈ വിഭവങ്ങൾ കൊടുക്കാൻ, 150 രൂപയെങ്കിലും. ബാക്കിയൊക്കെ നാട്ടിൽ നിന്ന് പിരിച്ചു, അല്ലെങ്കിൽ കയ്യിൽ നിന്നിട്ടു, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ അധ്യാപകർ പട്ടിണിയിലാണെന്നാണ് പറയുന്നത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കുട്ടികളുടെ പട്ടിണി മാറ്റാനാണ്. അധ്യാപകർ പട്ടിണിയില്ല. കാരണം ചിലർ പവൻ കൊണ്ട് ബാങ്കിൽ വെച്ചിട്ട് പണയം വെച്ചിട്ട് അതിൻ്റെ പണം കൊണ്ടാണ് ഈ നിത്യവൃത്തി ചെലവുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അത്ര ഗതികെട്ടിരിക്കുകയാണ് ഇവർ. കാരണം ഇത് നടപ്പാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ വരും, നടപടി വരും. ഇത് അവരുടെ മാത്രമല്ല, കുട്ടികളും കൊഴിഞ്ഞു പോകുന്നു. അപ്പം നോക്കിക്കോളൂ. അപ്പം അങ്ങനെ വല്ലവൻ്റെയും തലയിൽ ഇതൊക്കെ കെട്ടിവെച്ച് കൊടുത്തിട്ട്, കേന്ദ്രത്തിൻ്റെ തലയിലും കെട്ടിവെച്ച് കൊടുത്തിട്ട് ഭരിച്ചിട്ടും ഇത്ര വലിയ പരാജയമായിട്ടും സ്വരാജിന് ഇത്രയും വോട്ട് പിടിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഭരണവിരുദ്ധമായിട്ട് അദ്ദേഹം 3-ാം സ്ഥാനവും കഴിഞ്ഞ് 4-ാം സ്ഥാനത്തേക്ക് പോകേണ്ടതാണ്. ഭരണവിരുദ്ധത്തിൻ്റെ ഒരു റീഡിംഗ് ആണ് ഇവിടെ നടക്കുന്നതെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ റീഡിംഗ് അല്ല ഇവിടെ നടക്കുന്നത്. വർഗീയതയുടെ ഗവർണറുടെ ഓഫീസിൽ ചെന്ന് അപമാനിച്ചു. അതാണ് ഭാരത് മാതാവിൻ്റെ പടം ഒന്ന് വെച്ച് അതിൻ്റെ മുമ്പിൽ കുറച്ച് പൂക്കളിട്ടു എന്ന മഹാപാപത്തിന് ഗവർണറെ ശിക്ഷിച്ച സിംഹമായ ഒരു വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിൻ്റെ മുകളിലിരിക്കുന്ന ഗജകേസരിയല്ല, മഹാകേസരിയായിട്ടുള്ള മുഖ്യമന്ത്രി, ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും വർഗീയ പ്രവണതകളൊക്കെ അവരെ കൈയടിക്കാനോ വർഗീയ പ്രീണനത്തിനും ആണ് അവിടെ നടക്കുന്നത്. വടക്കൻ മലബാർ, വടക്കൻ കേരളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതാരും അംഗീകരിക്കാൻ തയ്യാറാവില്ല. ഒരു കാര്യം കൂടെ പറട്ടെ, കേളപ്പനും ഒക്കെ ഉയർത്തിയ ആ രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള പോരാട്ടങ്ങളുടെ സ്ഥലത്ത് നിന്ന് വർഗീയമായിട്ടുള്ള പോരാട്ടങ്ങളാണ് നടക്കുന്നു എന്നുള്ളതിൽ ആർക്കാ സംശയം? അൻവറിന് കിട്ടിയ വോട്ടും അതിൻ്റെ ഭാഗമാണ്, സ്വരാജിന് കിട്ടിയ വോട്ടും അതിൻ്റെ ഭാഗമാണ്, ഈവൻ ആര്യാടൻ ഷൗക്കത്തിന് UDF കൊടുത്തതുപോലും അതിൻ്റെ ഭാഗമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആഗോള പാൻ ഇസ്ലാമിക് രാഷ്ട്രീയത്തിൻ്റെ, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കേരളമുഖമായിട്ടുള്ള അതിൻ്റെ പാർട്ടിയെപ്പോലും അവരുടെ മുന്നണിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ മനസ്സു കാണിക്കുന്ന കോൺഗ്രസ് കാണിച്ചതും വർഗീയ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു പിരിവാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയം? ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഈ രീതിയിലാണ് തീർച്ചയായിട്ടും. ഇവിടെ വളരെ പരസ്യമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയെ VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ സമുന്നതനായ VD സതീശൻ ആശ്ലേഷിച്ചത്. അതേസമയം അവിടെ SDPI സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു. SDPIക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് നമുക്ക് അറിയില്ല. അല്ല പ്രശാന്തി, അവിടെ എനിക്കൊന്ന് ഇടപെടേണ്ടി വരുന്നു. നമ്മളൊന്ന് നോക്കൂ, ഭാരതമാതാവിൻ്റെ കളറ് കൊടി കാവിയാണ് എന്നതുകൊണ്ട് എല്ലാ മന്ത്രിമാരും, എല്ലാ രാഷ്ട്രീയ നേതാക്കളും, കോൺഗ്രസും LDFും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് നിന്ന് അതിനെ ആക്രമിച്ച് നശിപ്പിക്കുന്നു. മറുവശത്ത് നോക്കൂ, ആഗോള പാൻ ഇസ്ലാമിക് രാഷ്ട്രീയം കൊണ്ട് ലോകം മുഴുവൻ ഇസ്ലാമാക്കി മാറ്റണമെന്ന് പറയുന്ന അതിവർഗീയമായ, ആഗോളവർഗീയമായിട്ടുള്ള ഒരു സംഘടനയെ വെള്ളപൂശുന്നു കോൺഗ്രസ്. മറുവശത്ത് PDP എന്ന് പറയുന്ന LK അദ്വാനിയെ ബോംബ് വെച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ച എത്രയോ പേരുടെ മരണം പൂന്തുറയിലും മറ്റിടങ്ങളിലുമൊക്കെ അതിന് കാരണഭൂതനായിട്ടുള്ള
അബ്ദുൽ നാസർ മദനി, അബ്ദുൽ നാസർ മദവിയുടെ പാർട്ടിയായിട്ടുള്ള PDPയെ ആലിംഗനം ചെയ്ത് പരിരംഭണം ചെയ്ത് സുഹൃത്താക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു. അങ്ങനെ രാഷ്ട്രീയം അവിടെ വർഗീയമല്ല, രാഷ്ട്രീയം അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയം അതാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ സ്കോറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിഷേധിക്കാൻ പറ്റാത്ത സംഭവമാണ്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പാണ്. അവിടെ ജയിച്ചു വരുന്ന ആൾ MLA ആണ്. എന്ത് വർഗീയ വിഷമാണെങ്കിലും അത് MLA ജനപ്രതിനിധി തന്നെയാണ്. അവിടെയാണ് നമ്മൾ അതിനെ അതുകൊണ്ട് കൂടിയാണ് ഞാൻ വീണ്ടും എടുത്തു ചോദിക്കുന്നത്, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന് നൽകുന്ന ഗുണപാഠം എന്താണ്? ഈ ഇങ്ങനെ വർഗീയത തുടരുമെന്നാണോ, അതോ ഈ LDF ഭരണം നിലനിർത്തുമെന്നാണോ? എന്താണ് ശരിക്കും നമുക്ക് ഈ അവസരത്തിൽ, ഇപ്പോൾ ഏതാണ്ട് പകുതിയോടടുത്ത് എത്തുന്നു വോട്ടെണ്ണൽ, ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുക? കൂടുതൽ വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുചേരുന്ന കക്ഷി വിജയിക്കും. അല്ലാതെ ഭരണവിരുദ്ധ വികാരമല്ല പ്രശ്നം. നിങ്ങൾ കൂടുതൽ വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുചേർന്ന് പോകുന്നു, ആ കക്ഷിക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു പാഠം മാത്രമേ ഇതും മറ്റെല്ലാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളും നൽകിയതുപോലൊരു പാഠം മാത്രമേ നൽകൂ. എന്നിട്ട് കൂട്ടായിട്ട് ചേർന്നുകൊണ്ട് ഇതിലിപ്പോൾ വർഗീയത അല്പം കുറവ് കാണിക്കുന്ന പാർട്ടി, കാരണം ഇങ്ങനെ ആഗോള ഇസ്ലാമിക രാഷ്ട്രീയം പറയുന്ന പാർട്ടികളുമായിട്ട് അവർക്ക് കൂട്ടില്ല തൽക്കാലം. ഉണ്ടാവാം അവരുടേതായിട്ടുള്ള ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നതിനെ വർഗീയമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമമാണ് UDFും LDFും നമ്മുടെ ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരും എല്ലാം ചേർന്ന് ചെയ്യുന്നത് എന്നുള്ളതാണ് സാഹചര്യം. ഇത് ഇറാൻ നേരിടുന്ന നമ്മുടെ സുഹൃത്ത് രാഷ്ട്രമായിട്ടുള്ള, നമുക്ക് പെട്രോൾ തരുന്ന, നമ്മളുടെ പാകിസ്ഥാനെ പോലും തള്ളി ഇന്ത്യയോടൊപ്പം നിന്ന ഇറാന് നേരെ കാണിക്കുന്ന വിദ്വേഷം പോലൊരു കാലുഷ്യമാണ്. ഇറാൻ അവരുടെ പാർട്ടി, അവരുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഒരു സംസ്കാരം, ഇറാനിൻ്റെ സംസ്കാരം, സാംസ്കാരികമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൻ്റെ പേരിലുള്ള ഒന്നാണെന്നാണ് അവരവകാശപ്പെടുന്നത്. എന്തെന്ന് എനിക്കറിയില്ല, ഞാനതിൻ്റെ ഒരു വിദഗ്ധനൊന്നുമല്ല. പക്ഷേ ഉസാമ ബിൻ ലാദനെ ഒളിപ്പിച്ചു വെച്ച പാകിസ്ഥാൻ ലോകത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ തലസ്ഥാനമാണെന്നുള്ള അറിവ് ഉണ്ടായിട്ടും അവിടെ നിന്ന് വരുന്ന ഫീൽഡ് മാർഷലിന് മൂക്കുമുട്ട ശാപ്പാട് കൊടുക്കുകയും എന്നിട്ട് ഇറാന് മൂക്കുമുട്ട ബോംബുകൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. അതായത് നിങ്ങളുടെ താല്പര്യം രക്ഷിക്കുന്ന വർഗീയവാദികളെ സഹായിക്കുക, അല്ലാതെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിന് ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത വർഗീയവാദങ്ങളെ, നിരുപദ്രവപരമായിട്ടുള്ള വർഗീയവാദങ്ങളെ ബോംബിട്ട് നശിപ്പിക്കുക. ഇതേ മാനദണ്ഡം വെച്ച് തന്നെയല്ലേ, ഇതേ രീതിയിൽ തന്നെയല്ലേ പാകിസ്ഥാനും ബോംബുകൾ കുമിഞ്ഞു കൂട്ടിയിരിക്കുന്നത്? നോർത്ത് കൊറിയ അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്? ആരാണ് ഭേദം? അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊരൊറ്റ ഈ ബോംബ് പോലും, ക്ലസ്റ്റർ ബോംബ് അല്ലേ, അതുപോലും പോയിട്ടില്ലല്ലോ, അങ്ങോട്ടൊന്നും അയച്ചിട്ടില്ലല്ലോ. വലിയ വിജയവാരവം മുടക്കുന്നു. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്ക് അങ്ങനൊന്ന് അയക്കൂ, അപ്പോൾ നിങ്ങൾ വീര്യമുള്ളവരാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഇറാനിലെ എന്ന് പറയുന്നത് പോലെയാണ് BJP വർഗീയവാദി പാർട്ടിയാണെന്ന് പറയുന്നു, അതേസമയം PDP അല്ലെന്ന് വാദിക്കുന്നു. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും അതുപോലെ ഒരു വർഗീയ കക്ഷിയല്ല എന്ന് വാദിക്കുന്നിടത്താണ് ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ കായംകുളം വാൾ എന്നൊക്കെ പറയുന്ന ഒരു പ്രതിഭാസം നമ്മൾ കാണുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.